കൂട്ടുകാരെ, ഷിജുസ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അങ്ങനെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് ശരണ്യ എന്താണ് ഇണക്കുന്നത്? ഇന്ന് ഞാൻ കേക്ക് പോലത്തെ സംഭവം. അപ്പൊ ഇന്ന് 4 മണി പലഹാര. പക്ഷെ ഇതാണ് എണ്ണയിലല്ല, ആവി വേകുന്നതാ. അപ്പൊ അതാകുമ്പോ കുഴപ്പമില്ല, ഞാനും ഒരക്കൈ നോക്കാം. കൂട്ടുകാരെ, ഇന്നലെ അങ്ങനെ ഇവിടെയൊക്കെ എല്ലായിടത്തും മകര വിളക്കിന്റെ ആഘോഷങ്ങളായിരുന്നു. എല്ലാ കവലകളിലും ഒക്കെ അയ്യപ്പന്റെ ഫോട്ടോയൊക്കെ വെച്ചൊക്കെ ആരാധനയും നല്ലൊരു ഇതായിരുന്നു. എല്ലായിടത്തും പായസം വിതരണം അങ്ങനെയൊക്കെ. ഞങ്ങളുടെ ഇവിടെ അടുത്തൊരു ചെറിയൊരു ക്ഷേത്രമുണ്ട്. അപ്പം എല്ലാവരും കൂടി, നാട്ടുകാരെല്ലാവരും കൂടി ഒത്തുകൂടിക്കൊണ്ടൊക്കെ അവിടെയും ഊണ് അല്ലേ, ഊണ് അങ്ങനെ പായസമൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാവരും കൂടി ഒത്തുകൂടിക്കണം. അപ്പം അവിടെ വെച്ച് നമ്മുടെ നിത ചേച്ചീനെ പരിചയപ്പെട്ടായിരുന്നു അല്ലേ. നമ്മുടെ കോമഡിയിലും നാടകത്തിലൊക്കെയുള്ള നിത ചേച്ചീനെ പരിചയപ്പെട്ടായിരുന്നു. അപ്പം ചേച്ചിയായിട്ടൊക്കെയുള്ള വീഡിയോ നിങ്ങളുമായിട്ടൊക്കെ പങ്കുവെക്കാം ഇതിനിടക്കല്ലേ. ഞങ്ങൾ അവിടെയൊക്കെ പോയ വീഡിയോയൊക്കെ പങ്കുവെക്കാം, ചെറുതായിട്ട് കാണിച്ചു തരാം. നമ്മുടെ മെയിൻ വീഡിയോ എന്ന് വെച്ചാൽ ഇതാണല്ലേ, എന്നാണ് ശരണ്യയുടെ ഇന്നത്തെ പരീക്ഷണം. അതിന് എന്നാക്ക് വേണമെന്ന് പാളയംകോടൻ പഴം, അതിനാണ് എന്നെ കൊണ്ട് മേടിപ്പിച്ചത്, അച്ഛനെ കൊണ്ട് മേടിപ്പിച്ചത്. പിന്നെ നമ്മുടെ സോഡാപ്പൊടി, പിന്നെ നമുക്ക് തേങ്ങ വേണം. സോഡാപ്പൊടി വേണം നമുക്ക്. സോഡാപ്പൊടി അത്ര നല്ലൊരു ഐറ്റം അല്ല. സോഡാപ്പൊടി കുറച്ച് വേണം. സോഡാപ്പൊടി അങ്ങനെ നമ്മൾ വീടുകളിൽ ഇടാൻ പാടില്ല. സോഡാപ്പൊടി ഇല്ലാതെ ഇണക്കി നോക്കാം, എല്ലാ ടേസ്റ്റ് അല്ല. സോഡാപ്പൊടി പുളിച്ച് പോകണം. അപ്പൊ പിന്നെ നമ്മളെ മുന്തിരിങ്ങായും എല്ലാം കൂടെ ഇട്ടൊരു. അപ്പൊ കൂട്ടുകാരെ, ഒത്തിരി പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് പിന്നെ ശർക്കര വേണം. അപ്പൊ നമുക്ക് പറഞ്ഞു നീട്ടുന്നില്ല, അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോയേക്കാം. അപ്പൊ കൂട്ടുകാരെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്ക് സുഖം തന്നെയാണ്. അപ്പൊ നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കുട്ടികളെ, ഞങ്ങൾ അടുത്തുള്ള ക്ഷേത്രമാണ്. ഞങ്ങൾ എല്ലാവരും നാമം ചൊല്ലും, പിന്നെ ഭക്ഷണം കഴിക്കും, എല്ലാവരും കൂടെ ഒത്തുചേരുന്ന ഒരു സന്തോഷത്തിന്റെ ഒരു ദിവസം തന്നെയാണ്. കാരണം നാട്ടുകാരെല്ലാവരുമായിട്ടൊക്കെ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, എല്ലാവരും കൂടിയുള്ള ഒരു ഒത്തൊരുമയൊക്കെ, അങ്ങനെയൊക്കെ ഒരു അവസരം വരുന്നത് അങ്ങനെ എപ്പോഴും കിട്ടുന്ന ഒരു അവസരം അല്ലല്ലോ. അപ്പം അതിലൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ് അങ്ങനെ എല്ലാവരും കൂടിയുള്ള ഒരു ആഘോഷത്തിൽ. പിന്നെ ഇവിടെ വെച്ചാണ് നമ്മൾ നമ്മുടെ നിത ചേച്ചീനെ കണ്ടത്. നിത ചേച്ചിയുടെ വീട് നമ്മുടെ അടുത്ത് തന്നെയാണ്. നിങ്ങളവിടെ എല്ലാം ആഘോഷം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുകൂടാതെ പാട്ടറിയാവുന്നവർ ഭക്തിഗാനങ്ങളൊക്കെ പാടുകയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ലൊരു രസമായിരുന്നു ഇന്നലെ. ഭക്ഷണം കിട്ടിയാ? അപ്പം വിനിച്ചേട്ടനോട് പ്രത്യേകം പറയും. ബിനിച്ചായനെ ഇവരെ അറിയാവുന്നതാണ്. അതെ അല്ല, വീട്ടിലും വന്ന് ഇവരുടെയൊക്കെയും വരാന്നും പറഞ്ഞോണ്ട് പറഞ്ഞിട്ടുണ്ട്. അതെ വിനിച്ചേട്ടൻ എപ്പോഴും എന്നോട് പറയും ഇന്ന പോലെ ചേച്ചിയുടെ വീടിന്റെ അടുത്താണോ വോയിസ് ഇട്ട്, മോനെ ഞാൻ വരുന്നുണ്ട് അവിടെ, ശരണ്യയുടെ ഒക്കെ അവിടെ വരുമ്പോ മോന്റെ വീട്ടിലും വരാന്നൊക്കെ പറഞ്ഞു. അതെ, ശരി. ശരണ്യ, എവിടം വരെ നമ്മുടെ പണി തുടങ്ങി? പഴമാണ് പൊളിച്ചോണ്ടിരിക്കണം അല്ലേ? പഴം കട്ട് ചെയ്ത് നമ്മുടെ മിക്സിയുടെ ജാറിലാട്ടിട്ടിരിക്കും. ശരണ്യ, ആ മിക്സിയുടെ ജാറെന്ന് വെച്ചാൽ അത് പൊടിക്കണ ജാറാണ്. അതുകൊണ്ടാണ്. ശരി. അപ്പൊ ഞാൻ ഇന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പൊ കുട്ടികളെ, ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. പഴം നല്ല ഇതായിട്ട് അരച്ചെടുത്ത്. ഇപ്പൊ 2 ഷാർജ പോലെയുണ്ട്. അതെ. പിന്നെ നമ്മുടെ റവ എടുത്തു വെച്ചിട്ടുണ്ട്, കറുത്ത മുന്തി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ശർക്കര ഇന്നലെ ഒരു സാധനം ഉണ്ടാക്കിയായിരുന്നു. ബാക്കി പാനി വന്നത് ഞാൻ കുപ്പിക്കട്ട് എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചായിരുന്നു. അരിച്ചൊക്കെ വെച്ചേക്കൊണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ.
അതെ, ശർക്കര പാനിയാണ് നമുക്ക് മെയിൻ അല്ലേ. വേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യമേ മാവ് കൂട്ടാം. അപ്പൊ നമുക്ക് ആദ്യമേ പഴം അടിച്ചിട്ടൊന്ന് പാത്രത്തോട്ട് ഇടാം. അല്ല, ആദ്യം റവ ഇടണ്ടേ? അല്ല, ആദ്യമേ പഴം ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ. ശരണ്യയുടെ ഒരു വ്യത്യസ്തമായ പരീക്ഷണത്തിലേക്കാണ് അല്ലേ? ആണല്ലേ. ഈ പഴം അടിച്ചെടുക്കണം. ക്രീം പോലെ ഉണ്ടല്ലേ ശരണ്യ? എനിക്കിത് കണ്ട് സാധിച്ചാ പോലെ ഇരിക്കുന്നത്. നേരാ, ശരി. ഇത് എന്നാ പഴമാണ്? പാളയം കുളം. പാളയം തോളം. ഏത് പഴം വേണമെങ്കിലും എടുക്കാം. ചെറുപഴം എടുക്കാം. പിന്നെ പുളിക്കാൻ നല്ലത് പാളയം കൊണ്ട. അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ ശരണ്യ കൈയൊക്കെ കഴുകിയച്ച് പിന്നെയും വന്നു റവ ഇടാൻ പോയി. കുറച്ച് മതി, കാരണം ശരണ്യയുടെ പരീക്ഷണല്ലേ. നമുക്ക് വിജയിച്ചെന്നാ പിന്നെ ഇനി കൂടുതലുണ്ട്. ഇത് വറുത്ത് വെച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ ശരണ്യ റവ കൂടി ഇട്ടോണ്ടിരിക്കുകയാണ് അല്ലേ ശരണ്യ? ശരണ്യ, ഇത് എത്ര നേരം ഇരിക്കണം ഇത് കുഴച്ച് വെച്ചത്? 1 മണിക്കൂർ തോന്നുന്നു. ആണല്ലേ. നമ്മൾ പുളിച്ച് വങ്ങനെ എപ്പോഴാ ഒന്നാണ് നമ്മൾ ഉണ്ടാക്കണം. അല്ലാതെ ശരണ്യക്ക് ടൈമൊന്നും കറക്റ്റ് ആയിട്ടൊന്നും ഇല്ല. എന്റെ കൂട്ടുകാരെ അങ്ങനെയാണ് കേട്ടോ. ശരണ്യ കുറച്ച് നേരം വെച്ചേക്കും, എടുക്കും. ബാലൻസ് ചെയ്യാനായിട്ട്. അതാണ് ശരണ്യയുടെ രീതി. കാരണം അളവും കാര്യങ്ങളും ഒന്നും പറയുകയല്ല. അതന്നെ അമ്മ പൊടിച്ച് വെച്ച ജീരകം. ഏലക്ക. ഞാൻ അതാണ് ഓർത്ത് ജീരകമൊക്കെ ഇടുവാന്ന് ഓർത്ത്. ഏലക്ക അഴിച്ചാ? അപ്പൊ 2-3 ഏലക്ക തരി കൂടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അത് കുഴക്കാം. അതവിടെ പിന്നെ ചെയ്യാം. ഉപ്പിട്ടു. തേങ്ങയും വേണം. ഇതൊന്നും പറഞ്ഞില്ല. എന്നാ തേങ്ങ എടുത്തോണ്ട് വാ. അങ്ങനെ തേങ്ങ കൊണ്ടുവന്ന് എന്തൊക്കെയാണ് ഇടണത്. അങ്ങനെ തേങ്ങ ഇട്ട് റവ ഇട്ട് ഏലക്കായ ഇട്ട് ഇനി ശർക്കര പാനി. നമുക്ക് കൈകൊണ്ട് ഇളക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം. അതെ. ശർക്കര പാനിയൊക്കെ ഒഴിച്ച് ഇളക്കി കൂട്ടാം. ഇളക്കി കൂട്ടുക. അപ്പൊ ഇളക്കിയല്ലേ. പിന്നെ കൂട്ടുകാരെ ഒത്തിരി ലൂസ് ആകാൻ പാടില്ല. പൊങ്ങണ്ടി ആയതുകൊണ്ട് ഒത്തിരി ലൂസ് ആക്കി ഒരു ഇതുപോലെ കട്ട പോലെ. നമ്മുടെ വെള്ള ശർക്കര ആയതുകൊണ്ടാണ് കളറ് കുറവ്. വെള്ള ശർക്കരയാണല്ലേ? അപ്പൊ ആവശ്യത്തിന് മാത്രം ചേർക്കണം. അതെ, മതിയാ? അപ്പൊ ഒന്ന് ഇളക്കി എടുക്കുക കേട്ടാ. അപ്പൊ കൂട്ടുകാരി, ഞാൻ 1 നുള്ളു സോഡാപ്പൊടി ചേർക്കാൻ പോവാ ഇതിലോട്ട്. നമുക്ക് ഇളക്കാം. നമ്മള് വീഡിയോയിൽ അത് കണ്ടെന്നാലേ ഒത്തിരി സോഡാപ്പൊടി ഉള്ള പോലെ തോന്നിക്കണം. പക്ഷെ ഒരു 1/4 സ്പൂണ് പോലും വന്നില്ല അല്ലേ? മൂടി വെക്കാം. ഇനി ഇതിരുന്ന് പുളിക്കട്ടെ അല്ലേ? ശരി. എവിടം വരെ നമ്മുടെ മാവ് പൊങ്ങിയ? പക്ഷെ കൂട്ടുകാർ, ഒരു സംശയമുണ്ട്. ഇത് ഒത്തിരി പൊങ്ങത്തില്ല, കാണാൻ തന്നെ. ഇത് കുറച്ച് മാവ് നമ്മൾ വെച്ചിട്ടുള്ളൂ. നിറച്ചു വെച്ചാണ് ഇത് പോകുന്നത്. നമുക്കിനി തുറന്നു നോക്കാം. ഞാൻ തുറന്നു നോക്കിയിട്ടില്ല കേട്ടോ. എന്തൊരു ഊകട്ടി ഞാൻ പറഞ്ഞു. തുറക്കാൻ പോവാണേ. തുറക്കട്ടെ? തുറക്ക്. മാവ് കുഴക്കുമ്പോഴേ ഇങ്ങനെയാണെങ്കിൽ അപ്പൊ ഇണക്കി കഴിയുമ്പോ തുറക്കാൻ പോവുകയാണേന്ന് പറയും. ഇങ്ങനെ ഇരിക്കുകയാണ്. തവിട്ടൊന്ന് നോക്കാം. നല്ലതാണ്. നല്ല പുളിച്ചതിന്റെ സ്മെല്ലൊക്കെ അടിക്കണം. അതെ, നല്ല സ്മെല്ല്. അപ്പൊ ഇനി എന്നാണ് ചെയ്യണം? അതെന്നാ? മുന്തിരിയാ? എന്തിനാണെന്നറിയാവോ? നമ്മള് പാത്രത്തിലാക്കി വെക്കുമ്പോ അതിന്റെ പുറത്ത് നമുക്ക് ഇങ്ങനെ
ഡിസൈൻ ചെയ്യാം. വെക്കാൻ വേണ്ടിയാ നേരത്തെ എടുത്ത് വെക്കുവാണെങ്കിലേ. അപ്പൊ അതിന് വേണ്ടിയാ. അപ്പൊ ഇനി ഇത് നമുക്ക് ഇണക്കാം, ഇണക്കി തുടങ്ങാം, സമയം പോണു. ഇതെന്താണ് ഇത് ചുമന്നോണ്ട് പോണ? നമ്മുടെ ഇഡലിപ്പാത്രം നുറുക്കാനും ചെയ്യാൻ പോവാ കൂട്ടുകാരെ. നമ്മുടെ വിനിച്ചേട്ടൻ മേടിച്ചു തന്ന അല്ലേ ഇഡലിപ്പാത്രം. നമുക്ക് തട്ടൊന്നും വേണ്ട കേട്ടോ. ഇഡലിപ്പാത്രം കാണുമ്പോ നമ്മള് ബിനിച്ചേട്ടനെ ഓർമ്മ വരും. നമുക്ക് തട്ടൊന്നും, ഞാൻ തട്ടെടുക്കട്ടെ. തട്ട് വേണ്ട. തട്ട് വേണ്ട. അപ്പൊ അത് പിന്നെ എന്നാത്തി വെക്കും? അതെന്താണ് സാധനം? അത് കാണിച്ചേ. അപ്പൊ അത് മാത്രം മതിയല്ലേ? ഇത് മാത്രം മതി. അപ്പൊ നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു വെക്കാം. ഇത് കഴുകിക്കൊണ്ട് വരട്ടെ. ശരി ശരി. ശരണ്യ, നമ്മുടെ അമ്മ വന്നു. പുതിയ ഇഡലിപ്പാത്രം. നമുക്ക് വെള്ളം ഒഴിക്കാൻ കൂട്ടുകാരെ. അതെ അതെ അതെ. ഇതാണ് ആവിക്ക് വെക്കുന്ന കേക്ക്. കേക്കെന്നും പറയാം, ചിലപ്പോ അട പോലത്തെ ഐറ്റം എന്നൊക്കെ പറയാം. ശരണ്യ കേക്കെന്ന് ഞാനിട്ട പേരാണ് കേക്ക്. ആണല്ലേ? ആയിക്കോട്ടെ. ഞാനിത് പരീക്ഷണം ചെയ്തിട്ടാ കൂട്ടുകാരെ കാണിക്കുന്നത്. അതെ അതെ അതെ. വെച്ച് വെച്ച് ആവിക്ക് വേഗം തിന്നാം. വെച്ച് വെച്ച് വെച്ചോ. അതെ അതെ. മതി. അപ്പൊ നമുക്ക് ഇത് വെക്കാം. അപ്പൊ അമ്മ അങ്ങനെ ഇന്ന് ചുമല ഇതൊക്കെ എടുത്ത് നല്ല സുന്ദരിയായിട്ടാണ് നിക്കുന്നത് അല്ലേ? അതെ, മകര ഒന്നായോണ്ടാണ്. ഇന്നാണ് മകര പൊങ്കല. അപ്പൊ എല്ലാവർക്കും മകരപ്പൊങ്കൽ ആശംസകൾ. അപ്പൊ നമ്മളുടെ ഇത് വെച്ചു. അതെ, നമുക്ക് പാത്രം എടുത്തിട്ട് പാത്രമൊക്കെ ഉണ്ടല്ലേ? അപ്പൊ ശരണ്യ അങ്ങനെ ഇഡലി പാത്രമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ശരണ്യ, ഈ ചെറിയ പാത്രത്തിലാണ് ഇതിലൊക്കെ കൊള്ളുവാ? എനിക്കറിയാമല്ലോ, ഇത്രയും പാത്രമൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. എനിക്കറിയാം, അകപ്പാട് ഇച്ചിരി കലക്കി വെച്ചു. നമുക്ക് ചെറിയ പാത്രം പോരെ? ഒരു പാത്രത്തിൽ വെക്കാനുള്ളത്. നെയ് മതി. നെയ് എണ്ണ വേണ്ട. ഉള്ള നെയ് മതി കൂട്ടുകാരെ. ഈ ശനി ഇതിന് മാത്രം പാത്രം എടുത്തോണ്ട് വന്ന അതിലേ കൊള്ളുവാന്ന്. ഞാൻ എടുത്തോണ്ട് വന്ന എന്താറിയോ, എനിക്കിങ്ങനെ തട്ടായിട്ട് വെക്കാൻ വേണ്ടിയാ എടുത്തോണ്ട് വന്നു. ആ ചെറിയ ഗ്ലാസ്സിലൊക്കെ വെച്ച് അടിപൊളിയായിട്ടുണ്ട്. നല്ലതായിരിക്കും ശനിയ ഗ്ലാസ്. ഒരെണ്ണം പോരാ, ഇനി പൊങ്ങിക്കുമ്പോ അടപ്പ് തെറിച്ചു പോകും. അങ്ങനെ കുഴപ്പമില്ല, നമ്മൾ ആലോചിക്കണം. ശരി ശരി. എന്നാ ശനി എല്ലാം എടുത്തൊക്കെ വൈ. ഞാൻ ഒഴിക്കാൻ പോവാണേ. എടുത്ത് ഒഴിക്കാൻ തുടങ്ങിയ. ഞാൻ പറഞ്ഞ അത് ഒരു പാത്രത്തിൽ കൊള്ളാനേ ഉള്ളൂ. എടുത്തോണ്ട് പോകുന്ന ഏത് പാത്രത്തിൽ വെക്കണം ആലോചിക്കാൻ. എന്റെ ശരണ്യ സമ്മതിച്ചിരിക്കുക. ശരണ്യ ഉടനെ അത് അങ്ങനെ ആക്കി കളഞ്ഞു. ഒരു പാത്രത്തിൽ പോലും കൊള്ളിയല്ലെന്ന് തോന്നണം കൂട്ടുകാരി. ഒരു പാത്രത്തിൽ വെക്കാനല്ലേ? എടുത്തോണ്ട് വന്ന എന്താണെന്നറിയോ, ഈ പാത്രം വെക്കണം ആ പാത്രം വെക്കണം ആലോചിച്ച് ഞാൻ. അപ്പൊ ഈ പാത്രം എന്റെ ദൈവമേ, അങ്ങനെയാണ്. അങ്ങനെ ആക്കി. അങ്ങനെ ആക്കിയില്ല. കണ്ട, ഇപ്പൊ ഒരു പാത്രത്തിൽ പോലും കൊള്ളിയല്ല. ദൈവമേ, അന്ന് ഇച്ചിരി കുഴച്ച് വെക്കാമല്ലോ. ഇങ്ങനെ കുഴച്ചിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ ഇത്ര രണ്ട് പാത്രം വെക്കാം. അത് നല്ല 1-2 മണിക്കൂറായി ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടല്ലേ? അതെ. അതെ, ചെറിയ പാത്രം വേണം ശരി. അത് ഇച്ചിരി വലിയ പാത്രമായിപ്പോയി, അതാണ് പറ്റിപ്പോയ. ശരണ്യ ശർക്കര കഴിക്കല്ല. അല്ല, ഞാനാ പറഞ്ഞമ്മേ കുറച്ച് റവ ഇട്ടാ മതിയെന്ന് ഞാനാ പറഞ്ഞു. കാരണം ഇതൊക്കെ പരീക്ഷണല്ലേ. പരീക്ഷണമൊക്കെ ആദ്യം കുറച്ച് ചെയ്തിട്ട്. അതെ 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 അതെ. അപ്പൊ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട് ശരണ്യ അല്ലേ? അപ്പൊ ഈ ഒരു സാധനം വെക്കാനാണ് ഇഡലി പാത്രം ഉൾക്കാടുന്നത് അല്ലേ? അതെ അതെ. അതിനു വേണ്ടിയുള്ള ഒരു പരീക്ഷണം കൂടിയാണ്. അതിന് ഇതിന്മേ ഡിസൈൻ ഒക്കെ ചെയ്യുന്നില്ല. ഇതേതാണ്ട് പായസം നമ്മൾ പാത്രത്തിൽ കോരി വെച്ച പോലെയൊക്കെ ഉണ്ട് അല്ലേ? പായസം വെച്ച പോലെ മതി. ഇനി അതിന്മേ ഡിസൈൻ ചെയ്.
നമുക്ക് സമയം വിലപ്പെട്ടതാണ് ശരണ്യ. ശരണ്യ എന്തോ എന്നാ എത്രയും വേഗം അത് കഴുകി വെച്ച മുന്തിരിയാണ് അത് ഞാൻ നേരത്തെ ഇത് ഇതിന് മുമ്പ് കഴുകി ഉണക്കി വെച്ചത്. വെച്ചതാ. ആ ഓക്കെ. ആവശ്യം വരുമ്പോ പെട്ടെന്ന് എടുക്കാല്ല, കഴുകി ഉണക്കി വെക്കണം. അതെ 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 അതെ. ഇപ്പൊ നമ്മൾ കഴുകാൻ നടക്കണം. അപ്പൊ അങ്ങനെ ഭംഗിക്കൊക്കെ വെച്ചോണ്ടിരിക്കുകയാണ് ശരണ്യ. ഞങ്ങളാ തീരുവും ദൈവം. ഇത് കറക്റ്റ് മറ്റേ കൂട്ടുപായസം പോലെയൊക്കെ ഉണ്ട് കേട്ടാ, അമ്പലങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന. ശരണയുടെ കൂട്ട് വയസ്സ്. അതെ അതെ അതെ. അപ്പൊ ഇനി ഇതൊന്ന് മതി. ഇനി എന്താ പരിപാടി? തീരുന്നില്ല. എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത്രയൊക്കെ ശരണ്യ ചെയ്യും. അതാണ് ശരണ്യ. ഓ കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, ഒരു രക്ഷയില്ല. അത് കാണുമ്പോ തന്നെ അറിയാം, നല്ല ഭംഗിയുണ്ട്. തേങ്ങ കൂടെ പോകില്ല. തേങ്ങ ഇട്ടില്ല ഞാൻ. തേങ്ങ ഇട്ടായി. എന്റെ പൊന്നെ ഇട്ടേക്ക് മതി. ഇതിങ്ങനെ സൈഡ് ഒരാത്ത അമ്മയും കൂടി പറഞ്ഞു കൊടുത്തോണ്ടിരിക്കാണ്. എനിക്ക് വയ്യ. ഇതെന്താണ് ഈ കാണിക്കുന്നത്? ചെരി ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു. ചെറിയ ആ. മതി മതി. ഈ തേങ്ങയൊക്കെ അങ്ങനെയൊക്കെ ഈ സൈഡിൽ ഇതിപ്പോ മറ്റേ ഈ എന്നാണ് നമ്മുടെ ഇടിയപ്പം ചെയ്തേച്ചും പുറത്ത് തേങ്ങ വെക്കണ പോലെ. ഇടിയപ്പം ചെയ്ത പോലെയായിരുന്നു അല്ലേ സാർ? നെയ്യൊക്കെ ഉണ്ടെങ്കിൽ കോരി ഒഴിച്ചോണ്ടിരിക്കുന്നു. എന്തിനാ ഞാൻ ഇതായിട്ട് വെക്കുന്നു? മതി മതി. ഓ ഞാൻ നെയ്യ് മേടിച്ചു തരാം. എന്റെ കൂട്ട നെയ്യുടെ കാര്യം ഇവിടെ മാത്രം നടക്കത്തില്ല. അപ്പൊ ദേ, അതെങ്ങനെ ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങളല്ലേ ശരണ്യ. ദേ അപ്പൊ ഞാൻ പിന്നെ മൂടാൻ പോണേ. എന്നാ മൂടി വൈ. കൂട്ടുകാരെ കാണിക്കണ്ടേ? കൂട്ടുകാരി ഇത് എത്രയും വേഗം ആകാൻ കാത്തിരിക്കുകയാണ് ശരണ്യ. ദേ നോക്ക്. വെച്ച് താമസിപ്പിക്കുകയാണ്. കൂട്ടുകാരെ ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. എന്നാ അടപ്പില്ലാട്ട് വൈ. വിട്ടരല്ല വിട്ടര. അടപ്പിലാണ്. അല്ല ഇതാക്കണ്ട, ഇതേ വെക്ക്. ഇതുമേ വൈ. അത് തന്നെ ശരണ്യക്ക് പറ്റിയ പാത്രമാണ്, ചെറിയ ഇഡലി പാത്രം. അതെ. അപ്പൊ ഇനി ഒന്ന് വേഗണ വരെ വേല വരെ കൂട്ടുകാരെ വെച്ച്. വെയിറ്റ്. അപ്പൊ കൂട്ടുകാരോർക്ക് നമ്മുടെ അച്ഛൻ എന്ത് ചെയ്യുന്നത്? അച്ഛൻ ഇവിടെ തന്നെ ഉണ്ട്. ഒരിടത്ത് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഒരു കട സാധനം വെക്കാനായിട്ട്. ഇപ്പൊ 2 വീലറിലൊക്കെയാണ് കൊണ്ടേ കൊടുക്കുന്നത്. കാരണം നമ്മുടെ വഴിപ്പണിയാണ്. ഞങ്ങൾ ഒരു പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചതാണ്. കാണിച്ചു അപ്പൊ ഇതൊന്ന് വേഗട്ടെ അല്ലേ ശരണ്യ? എന്തോ ഇത് വെന്തായിരുന്നല്ലേ? ഇത് വെന്തായിരുന്നു. അപ്പൊ ഞാൻ ഇച്ചിരി തണക്കാൻ വേണ്ടി നിർത്തിയിട്ടായിരുന്നു. ഇതേ നമ്മുടെ അച്ഛനും കൂടി വന്നിട്ടുണ്ട് കേട്ടോ ആ ടൈമിന്. ഞാൻ അച്ഛനെ വിളിച്ചണ്ട് വരികയാണ്. അച്ഛാ നമുക്കൊരു ഐറ്റം കാണിച്ചു തരാമെന്ന് അച്ഛൻ ഒരു കടയിൽ സാധനം വെക്കാൻ ഇത് ശരണ്യയുടെ ഒരു കേക്കാണ് കേട്ടാ. അതെ. അപ്പൊ ഇത് ഇനി ഒന്ന് അടത്തി വേറൊരു നമ്മുടെ ഒരു വെള്ള പ്ലേറ്റ് എടുത്തോണ്ട് വന്നേ അമ്മ. അതെ, വെള്ള പ്ലേറ്റ് എടുത്ത് നമുക്ക് വാദിക്ക ഇരുന്ന് നോക്കാം അല്ലേ? നോക്കാം. അപ്പൊ കൂട്ടുകാരെ ഞങ്ങൾ ഇതൊന്ന് പാത്രത്തിലോട്ട് ആക്കാൻ പോവാ കേട്ടോ. പാത്രത്തിലേക്ക് ആക്കാൻ പോണെന്നാണ് പറഞ്ഞത്. അതെ അതെ അതെ. ആക്കിക്കോ ആക്കിക്കോ. അച്ഛൻ ഞാനോടത്ത് ഇറങ്ങി ആക്കാൻ പെടുത്തു പറഞ്ഞു. അപ്പൊ കൂട്ടുകാരെ ഇത് കാണുമ്പോ തന്നെ അറിയാലോ. ഇങ്ങനെ പോയി ഞാൻ ഇങ്ങനെ കമത്ത് നോക്കട്ടെ. ആ കമത്തി നോക്ക്. അതെ, പിച്ചാത്തിയൊക്കെ കട്ട് ചെയ്യാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. അല്ല ഞാൻ കമത്തിക്കോ. ഇത് കമത്തി അത് പോകും. നെയ്യ് തേച്ചിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് പോയി. അപ്പൊ ഞാൻ ഇങ്ങനെ പിടിച്ച് കമത്ത് നോക്കട്ടെ. ശരി 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 ശരി. അച്ഛനെല്ലാം പെട്ടെന്നാക്കി കളഞ്ഞു. അതെ ഞാനും പ്രതീക്ഷിച്ചില്ല ഇത്ര എളുപ്പം പോരും. നെയ്യ് തേച്ച് വെച്ചിരിക്കും. അത് എനിക്കറിയാം. ഞാൻ വന്നപ്പോ ഇത് കൊള്ളാലോ പരിപാടി. അപ്പൊ നമ്മൾ ആവി വെച്ച കേക്ക് നമുക്ക് മുറിക്കാൻ പോവാം. ബർത്ത്ഡേ ആണോ? ബർത്ത്ഡേ അച്ഛനെ ബർത്ത്ഡേക്ക് മുറിച്ചില്ലായിരുന്നു. അപ്പൊ ആര് പറഞ്ഞു? നേരാണ്. അച്ഛൻ കേക്ക് മുറിച്ചില്ല. എന്നിട്ട് ശരണ്യാണ് കേക്ക് മുറിക്കണം ഇപ്പൊ. എന്റെ ബർത്ത്ഡേക്ക് അപ്പൊ ഒരു മണി ആദ്യത്തെ പീസ് അച്ഛന് തന്നെ. ആദ്യത്തെ എനിക്ക് വേണ്ട. കറക്റ്റ് കേക്ക് പോലെയല്ലേ? നേരാ ശരിയാ. കണ്ട തന്നെ ഇരിപ്പുണ്ട്. ചൂടല്ല കേക്ക്. അതെ അതെ. കഴിച്ചു നോക്കാം. അച്ഛന് കൊടുത്തു. ഒന്ന് തിരിച്ചു കാണിച്ചാ കട്ട് ചെയ്ത വശം. ഏതാ കണ്ട കൂട്ടുകാരെ നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് ആവി വേണ
കേക്ക്. കാരണം ഇത് ആര് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്തത്? ഞാനൊരു പരീക്ഷ രവയും കൊണ്ട് ചെയ്ത് നോക്കി നടക്കുമല്ലോ എന്ന് അറിയാം. ഞാൻ ഒന്ന് ഇന്നലെ ചെയ്തത് ചീറ്റിപ്പോയായിരുന്നു. ഇതൊക്കെ ചേർത്തിന് ഇന്നത്തെ ഇത് റവ എല്ലാ ഐറ്റം ഉണ്ട്. അച്ഛൻ വീഡിയോ കാണുമ്പോൾ അച്ഛനെ അറിയാൻ പറ്റും. റവയുടെ ടേസ്റ്റ് ഇടുന്നു. ആ അമ്മ ചെയ്ത് നോക്കാൻ പറ്റിയതാണല്ലേ വീട്ടിൽ. അതെ അതെ ഒരുപാട് ചെലവില്ല. അതെ. ആ അപ്പൊ അമ്മ ഒന്ന് കഴിച്ചേ. ശരണ്യ കഴിച്ചില്ല കേട്ടാ. നല്ലതാണ്. ശരണ്യ കഴിച്ചേ ഒരു തുള്ളി എങ്കിൽ തുള്ളി. എനിക്ക് ശർക്കര കൊണ്ട് ഇഷ്ടമല്ലാത്ത ആയിരുന്നു. അത് നല്ലതാണ്. അണ്ടിപ്പരിപ്പൊക്കെ ആദ്യം പേർക്ക് തിന്നാ പറഞ്ഞു. കണ്ട കണ്ട ശരിയാണ്. കേക്ക് കഴിക്കും പോലെ തന്നെ ഉണ്ട്. ആണല്ലേ? അപ്പൊ കൂട്ടുകാരെ മക്കളെ ഇത് കണ്ടാ? ആ അതെ അതെ. ഓ അതും കഴിച്ചച്ഛൻ. അച്ഛൻ ആസ്വദിച്ച് കഴിച്ചോണ്ടിരിക്കുകയാണ്. എന്റെ ദൈവമേ, അച്ഛന് മധുരം വിട്ടു കൊടുക്കുകയല്ല എന്റെ കൂട്ടുകാരെ. അപ്പൊ കൂട്ടുകാരെ ഒത്തിരി പറഞ്ഞു നീട്ടുന്നില്ല. ഞങ്ങളുടെ ഈ വീഡിയോ ഇത്രവേ ഉള്ളു. നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കുക. അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അച്ഛൻ എന്ത് ചെയ്തെന്നാ വിട്ടു കൊടുക്കുകയല്ല, ഞാൻ തന്നെ അത് കഴിച്ചു തീർക്കുമെന്നും പറഞ്ഞ് കഴിച്ചോണ്ടിരിക്കുകയാണ്. കൂട്ടുകാരെ വേഗം പോരാ, അല്ലെങ്കിൽ അച്ഛൻ ഇപ്പൊ തന്നെ അത് തീർത്ത് കളയും. ഇനി നമ്മൾ വീണ്ടും അടുത്ത കേക്ക് അടുപ്പേ വെക്കും. അതെ. അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങള് തമാശ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നതാണ് കേട്ടാ, ഒന്നും ആരും കാര്യമായിട്ട് എടുക്കരുത്. അപ്പൊ നല്ലൊരു വീഡിയോയുമായിട്ട് തിരിച്ചു വരുന്നതാണ്. ബൈ.